നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എന്നല്ലാതെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് അതിശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായിട്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ആകെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്ന തെളിവ് സഹിതം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ ശിവസേനയുടെയും NCPയുടെയും സുപ്രധാന നേതാക്കളോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ഇപ്പോൾ പുറത്തു വന്നതും വലിയ ചർച്ചയായി തന്നെ മാറിയിരിക്കുകയാണ്. ഇത് വെറുമൊരു വാർത്താ സമ്മേളനമായിരുന്നില്ല. മഹാരാഷ്ട്രയിൽ നടന്നത് നഗ്നമായിട്ടുള്ള ജനാധിപത്യ കശാപ്പാണെന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുന്നത്. അതായത് സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണമെന്ന് പറയുന്നത് 9.54 കോടിയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9.7 കോടി പേർ വോട്ട് രേഖപ്പെടുത്തി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുമോ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തന്നെ. രാഹുൽ ഗാന്ധിയുടെ കിടിലൻ നീക്കമാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തങ്ങൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നില്ല എന്നും എന്നാൽ അന്തിമ വോട്ടർ പട്ടികയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നിലപാട് അതുതന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. കൂടുതൽ ആക്രമണം നടത്താതെ വളരെ ലളിതമായ ചോദ്യത്തോടുകൂടി ആ വോട്ടർ പട്ടിക വാങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. ഈ ഒരു കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുമ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധി ഉന്നം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ്. അതിനർത്ഥം കോടതിയിൽ പോരാടാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ 32 ലക്ഷം വോട്ടർമാരെയാണ് മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് ചേർത്തത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേ വർഷം തന്നെ മാസങ്ങൾക്കുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ 39 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ അധികം ചേർത്തു. വെറും 5 മാസത്തിനിടെയാണ് ഇത്രയും പേരെ ചേർത്തത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇക്കാര്യം താൻ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നുവെന്നും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് രേഖാമൂല വിശദീകരണം നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ പറയേണ്ടി വന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തി അവിടെ നേരിട്ടെത്തി തന്നെ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് ചേർത്ത 39 ലക്ഷം പേരുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനിടെ ഡിസംബർ അവസാനം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയും നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിൽ ആകെ 40,81,229 വോട്ടർമാരെയാണ് ചേർത്തത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഭേദഗതി പ്രകാരം ജനുവരി 1, ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ തീയതികളിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ്. അതിനാൽ പുതിയ വോട്ടർ പട്ടികയിൽ 18നും 19നും ഇടയിൽ പ്രായമുള്ള 8,72,094 പേരും 20നും 29നും ഇടയിൽ പ്രായമുള്ള 17,74,514 പേരുമുണ്ട്. ഇക്കാലയളവിൽ ചേർത്ത വോട്ടർമാരിൽ 26,46,608 പേർ 18നും 29നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതിനാൽ തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള വലിയ സംസ്ഥാനത്ത് ഈ കണക്കിൽ അസ്വാഭാവികത ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ കണക്കുകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ രക്ഷിക്കാൻ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന ഈ വമ്പൻ അട്ടിമറിയുടെ തെളിവുകൾ അതിലെ 39 ലക്ഷം വോട്ട് വ്യത്യാസവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യുമോ എന്നതാണ് ഇനി നമ്മൾ രാജ്യം ഉറ്റുനോക്കേണ്ടതായിട്ടുള്ളത്. അതിനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ജനാധിപത്യ വോട്ട് വ്യവസ്ഥയിൽ ഒരു വോട്ട് പോലും വ്യത്യാസം കാണാൻ പാടില്ല എന്നിരിക്കെ ഈ പറയുന്ന 39 ലക്ഷം വോട്ടുകളുടെ കണക്ക് രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.